ധർമ്മസ്ഥലയിലെ ദുരൂഹ വെളിപ്പെടുത്തലിൽ രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് SIT മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥരെത്തി. പ്രത്യേക അന്വേഷണ സംഘം വെളിപ്പെടുത്തൽ നടത്തിയ തൊഴിലാളിയുമായി പരിശോധന നടത്തുകയാണ് ധർമ്മസ്ഥലയിൽ. അവിടെ നിന്ന് സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? SITയും അതോടൊപ്പം തന്നെ സായുധ സേനാംഗങ്ങളും അതോടൊപ്പം തന്നെ ബെൽത്തങ്കടിയിലെയും അതുപോലെ ധർമ്മസ്ഥലയിലെയും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി. ഇപ്പോൾ നേത്രാവതി സ്നാനഘട്ടത്തിന് തൊട്ടരികിലുള്ള പ്രദേശത്ത്, ഈ ഒരു വനപ്രദേശത്ത് ഏകദേശം പ്രധാന റോഡിൽ നിന്നും 300 മീറ്റർ മാറി അകലെയുള്ള പ്രദേശങ്ങളിൽ വരെ താൻ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായിരുന്നു എന്നതായിരുന്നു ആ തൊഴിലാളിയുടെ മൊഴി. ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഒരു തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളിലൊന്നും ഈ നേത്രാവതി സ്നാനഘട്ടത്തിനോട് ചേർന്നുള്ള ആ ഒരു പോയിന്റ് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ എത്തി പരിശോധന നടത്തി. ഇതിന് ശേഷം അവിടെ GPS ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യാനാണ് ഇവരുടെയൊക്കെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ഇനി ആദ്യം ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നു. ഇവിടെ തിരച്ചിൽ നടത്തി ഇത്രയും നാളായി തൊഴിലാളി നൽകിയിരുന്ന മൊഴി സത്യമാണെന്ന് സാക്ഷ്യപ്പെടുന്ന തരത്തിലുള്ള തെളിവുകൾ ഇവിടെ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റു പലയിടങ്ങളിലേക്കും സമാനമായ രീതിയിൽ അന്വേഷണവും തെരച്ചിലും വ്യാപിപ്പിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഉദ്ദേശം. എന്തായാലും ഈ ഒരു പ്രദേശം പൂർണ്ണമായും പോലീസ് ബന്ദോബസ്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻ ദിവസങ്ങളിൽ നിന്നുണ്ടായിരുന്ന ഒരു കാഴ്ചയല്ല. ഇപ്പോൾ തീർത്ഥാടകരെയൊക്കെ തന്നെ ഈ പ്രദേശത്ത് നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ സ്നാനഘട്ടത്തിനോട് തൊട്ടരികിലുള്ള വനപ്രദേശത്തിലാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മോത്തി.